ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല നാടൻ രീതിയിലാണ് ഈ ഒരു കറി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, മട്ടന് കുറച്ച് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കഴുകണം കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ രോമമൊക്കെ ഉണ്ടാവും, ഈ ഒരു ഇറച്ചിയിലൊക്കെ പറ്റി നിന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ പോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ കഴുകിയെടുക്കുക, നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്യാതെ എടുത്തിട്ടില്ല, ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സൂപ്പും അല്ലേ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോട്ടെന്ന് വെച്ച് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കറി റെഡിയാക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാടൻ രീതിയിൽ വെക്കുന്നത് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ നമ്മുടെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഇപ്പോൾ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കനം കുറച്ചിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൽ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് സവാള ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 3 സവാള ചേർത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പകുതി സവാള പകുതി അതുപോലെ തന്നെ ചെറിയുള്ളി പകുതി ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവനും ചെറിയുള്ളി ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷെ എന്തായാലും നിങ്ങൾ ചെറിയുള്ളി കുറച്ചെങ്കിലും ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, എങ്കിൽ കുറച്ചുകൂടി നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ചേർത്തിട്ടില്ല, നമുക്ക് പിന്നീട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ ഒരു സമയത്ത് വേണം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുഴുവനായിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. കാരണം ചെറിയ ഉള്ളിക്ക് ഒരുപാട് വയലേണ്ട സമയമൊന്നും അത്യാവശ്യം ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ സവാളക്ക് അത്യാവശ്യം വയലാൻ സമയം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് 1/4 ഭാഗത്തോളം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കപ്പ്, ഏതാണ്ട് 1/2 കപ്പ് അളവിൽ ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള മുഴുവനായിട്ട് നന്നായിട്ട് തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഫൈനായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടില്ല, ഒന്ന് ചതച്ചെടുത്ത രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3ഉം കൂടി ഒന്നിച്ചിട്ട് പേസ്റ്റാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു വലിയ ബോൾ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 5-6 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറി കിട്ടുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊരു നാടൻ രീതിയിൽ വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില കൂടുതൽ ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറയെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നീട് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അടുത്തത് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തത് 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരുപാട് ആവരുത്, 1 കിലോ മട്ടനിൽ 1 ടീസ്പൂണൊക്കെ മതിയേ. അടുത്തത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അടുത്തത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. ഇതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം മൂപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾ ധൃതിയിൽ സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമുക്കിതിൽ കാര്യമില്ല, ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പൊടികളുടെ കുത്തലൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ സാവധാനം നമ്മൾ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്.
അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ കൈയെടുക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അടിക്ക പിടിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ടൊമാറ്റോ പ്യൂരി ആക്കുമല്ലോ, അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് നമ്മൾ നാടൻ രീതിയിൽ വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ടയായിട്ടും ചേർത്ത് കൊടുക്കുക. പക്ഷേ കൂടുതൽ രണ്ടിലും കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ കുറച്ച് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തക്കാളിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഭയങ്കര തക്കാളിയുടെ ചെറിയൊരു കുത്തലുണ്ടാകും. അപ്പോൾ കുറച്ച് അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഈ ഒരു മട്ടണിലേക്ക് പിടിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നാട്ടിലൊക്കെ ഉള്ളവർ വിറകടുപ്പിലൊക്കെ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെയിം പ്രൊസീജിയറിൽ തന്നെ ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഉരുളിയിലൊക്കെ വിറകടുപ്പിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അടുപ്പ് ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഞാൻ എടുത്ത പോലെ സൂപ്പും കാര്യങ്ങളൊക്കെയുള്ള പീസൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, ശരിക്കും പൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ സെയിം പ്രൊസീജിയർ തന്നെ ഇതേ പൊടികളും കാര്യങ്ങളും എല്ലാ സ്റ്റെപ്സും ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ ആ വിറകടുപ്പ് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര വ്യത്യാസം തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ടു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടാവരുത്, ഞാൻ അത്രക്ക് മാത്രം ചേർക്കുക, ഒരു 1/2 കപ്പ് അളവ് ചേർക്കുന്നുണ്ട്. മട്ടനിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പോലത്തെ സൂപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അടിക്കു പിടിക്കൂ ഉള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേവിയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കപ്പൊക്കെ വെള്ളം ചേർത്തോളൂ കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഒരുപാട് ഗ്രേവിയോട് കൂടി ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ മതി കേട്ടോ. ആ സമയം കൊണ്ട് വെന്ത് വരും. ഞാൻ ഏതാണ്ട് ഒരു 5 വിസിലാണ് അടിക്കുന്നത്. ഇപ്പോൾ 5 വിസിലടിച്ചതിന് ശേഷം നമ്മുടെ കുക്കർ ഗ്യാസൊക്കെ നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, പക്ഷെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കണ്ടെങ്കിലും ഒഴിവാക്കാം, പക്ഷേ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഞാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആ ഒരു സ്റ്റാർട്ടിങ് തിളച്ച് വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമൊന്നും വേണ്ട, ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്